എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ്. ഒരു പാൻ ചൂടാക്കി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പം സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറുതായിട്ട് നുറുക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും തക്കാളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സവാള ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ബീൻസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമാണോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ശരിക്കും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ സവാളയിലും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുകയുള്ളൂ. തക്കാളി ഉടഞ്ഞൊന്ന് നന്നായിട്ട് വരണം, എങ്കിലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഈ മസാല ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് മാത്രം മതിയാവും നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയാണ്. എക്സ്ട്രാ കറികളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. സലാഡും ഇതും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും ഓഫീസിലേക്ക് ലഞ്ച് കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയാണിത്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മുട്ടയുടെ മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസും ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് 2 മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുവേണ്ടി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ തോരനൊക്കെ തയ്യാറാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഓൾറെഡി സവാളയിലും അതുപോലെ തന്നെ ഈ മുട്ടയിലാണെങ്കിലും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മാഗി മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഇതിടുമ്പം ഓരോ ടേസ്റ്റ് ആകണമെന്നുള്ളൂ. അതിലൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. എന്താണോ ഇഷ്ടം നിങ്ങൾക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ച റൈസാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയും അതുപോലെ ഈ ചോറും നന്നായിട്ടൊന്ന് മിക്സ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ കൊടുത്തു വിടുമല്ലോ. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ അവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഓഫീസിൽ പോകുന്നവർ ലഞ്ച് റെസിപ്പി ആയിട്ടാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്ത ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് പോവുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം. ബൈ.